ഗുഡ് മോർണിംഗ് കുട്ടികളെ. നമ്മൾ ബ്ലോക്ക് 6 യൂണിറ്റ് 17 കടന്നു പോകുന്നത്. ബ്ലോക്ക് 6 യൂണിറ്റ് 17. നിങ്ങളുടെ ബ്ലോക്കിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഈ 17th ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻറ്റും ലളിതവുമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് 17ാമത്തെ ചാപ്റ്റർ. അപ്പം നമ്മൾക്ക് എന്താണ് ചാപ്റ്ററിൻ്റെ പേര് നോക്കാം. യൂണിറ്റ് 17 എഫിഷ്യൻസി ഓഫ് ദ മാർക്കറ്റ് മെക്കാനിസം, മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ്. എഫിഷ്യൻസി ഓഫ് ദ മാർക്കറ്റ് മെക്കാനിസം, മാർക്കറ്റ് മെക്കാനിസത്തിന്റെ എഫിഷ്യൻസി, കാര്യക്ഷമതയും അതിനോടൊപ്പം തന്നെ മാർക്കറ്റ് ഫെയിലിയർ, മാർക്കറ്റിന്റെ തകർച്ച, റോൾ ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിന്റെ പങ്ക്. റോൾ ഓഫ് ദ സ്റ്റേറ്റ് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ പങ്കും മാർക്കറ്റിന്റെ തകർച്ചയും അതേപോലെ തന്നെ മാർക്കറ്റ് മെക്കാനിസത്തിന്റെ എഫിഷ്യൻസി, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് 17th ചാപ്റ്റർ, 17ാമത്തെ ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ അതിന്റെ ഇൻട്രഡക്ഷനിൽ കൂടുതൽ പറഞ്ഞു തരുന്നത്. അപ്പൊ ടീച്ചർ ആ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞു തരുന്നത്. നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് പറഞ്ഞാൽ എന്താ, ഒരു പൂർണ്ണ മത്സര വിപണിയെയാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറയാം. അപ്പോ ഈ 17ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനെ കുറിച്ച് എന്താണ് അതിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. അസംഷൻ ഓഫ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അതില് ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, പൂർണ്ണ മത്സര മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാന അസംഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, ഒരു പൂർണ്ണ മത്സര വിപണി അഥവാ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എ വെരി ലാർജ് നമ്പർ ഓഫ് ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഒരു പൂർണ്ണ മത്സര വിപണിയുടെ 10ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? എ വെരി ലാർജ് നമ്പർ ഓഫ് ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, വാങ്ങുന്നവരും വിൽക്കുന്നവരും, അതാണ് ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ആരുണ്ടായിരിക്കും ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ? ഒരുപാട് വാങ്ങുന്നവരും ഉണ്ടായിരിക്കും, വിൽക്കുന്നവരും ഉണ്ടായിരിക്കും. അതാണ് ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനെ ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് വൺ, ഹോമോജീനിയസ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റുകൾ എങ്ങനെയായിരിക്കാം? ഹോമോജീനിയസ് ആയിരിക്കാം, ഏകാത്മക സ്വഭാവമുള്ളവയായിരിക്കാം. അതുകൊണ്ടാണ് ഹോമോജീനിയസ് പ്രോഡക്റ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹോമോജീനിയസ് പ്രോഡക്റ്റ്. ആൻഡ് തേർഡ് വൺ, പെർഫെക്റ്റ് ഇൻഫർമേഷൻ. പെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക. പെർഫെക്റ്റ് ഇൻഫർമേഷൻ. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ വിച്ച് ഈസ് ഫ്രീ ഫോർ ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ബയേഴ്സിന്റെയും സെല്ലേഴ്സിനെയുമുള്ള ആ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒഴുക്ക് എങ്ങനെയാണ്? ഫ്രീ ഫ്ലോ. ഫ്ലോ പറഞ്ഞ ഒഴുക്ക്, ഫ്രീ പറഞ്ഞ സ്വതന്ത്രമായ ഒഴുക്ക്. ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ വിച്ച് ഈസ് ഫ്രീ ഫോർ ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ബയേഴ്സിനും സെല്ലേഴ്സിനും ഒക്കെ ഉള്ള ഇൻഫർമേഷന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? ഫ്രീ ആണ്, സ്വതന്ത്രമാണ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. നോ ബാരിയേഴ്സ് ടു എൻട്രി ഇൻടു ദ മാർക്കറ്റ് ഓർ എക്സിറ്റ് therefrom. അതേപോലെ തന്നെ മാർക്കറ്റിൽ ബാരിയേഴ്സ് ഇല്ല. നോ ബാരിയേഴ്സ്. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സം. ഒരിക്കലും ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്തുണ്ടായിരിക്കുകയില്ല? തടസ്സങ്ങളില്ല. നമുക്കറിയാം ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂർണ്ണ മത്സര വിപണി എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ബയേഴ്സും ഉണ്ടായിരിക്കും, ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ മാർക്കറ്റിലേക്ക് ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാം. അവിടെ എന്തില്ല? നോ ബാരിയേഴ്സ്, ഒരു തടസ്സങ്ങളുമില്ല.
And then next point, nobody exercise control over the market price through one-on-one action. അതേപോലെ തന്നെ പ്രൈസിന് പ്രത്യേകിച്ചിട്ടൊരു തീരുമാനം അവിടെ എടുക്കാൻ പറ്റില്ല. നോബഡി എക്സസൈസ് കൺട്രോൾ ഓവർ ദ മാർക്കറ്റ് പ്രൈസ്. ഓവൺ ആക്ഷൻ, സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് തീരുമാനിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്, പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് ദെൻ ലാസ്റ്റ് പോയിന്റ്, there does not exist any externality. അതേപോലെ തന്നെ അവിടെ എന്ത് ബാഹ്യമായ ഘടകങ്ങൾ അവിടെ നിലനിൽക്കുന്നില്ല. അവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എക്സിസ്റ്റ് അല്ല. there does not exist any externality. എക്സ്റ്റേണാലിറ്റി പറഞ്ഞാൽ ബാഹ്യ ഘടകങ്ങൾ. ബാഹ്യ ഘടകങ്ങൾ എങ്ങനെയാണ്, there does not exist any externality. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മുടെ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനെ ഫോളോ ചെയ്യുന്നത്. ഒരു പൂർണ്ണ മത്സര വിപണിയെ ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ വിശകലനം ചെയ്തത്. ഇതിലൂടെ ഇൻട്രഡക്ഷനിലൂടെ. ഇത് ഇൻട്രഡക്ഷൻ ആണ് കേട്ടോ കുട്ടികളെ, ഇത് ഇൻട്രഡക്ഷൻ ആണ്. നമ്മളുടെ ചാപ്റ്ററിന്റെ ഇൻട്രഡക്ഷൻ ആണ് ഈ പോയിന്റുകൾ. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫോളോ ചെയ്യുന്നത് ഈ പറയുന്ന പോയിന്റുകളാണ്. ഇനി നമ്മൾക്ക് നമ്മളുടെ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ടോപ്പിക് ആണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏതാ, പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണ്. ഇനി അടുത്ത ടോപ്പിക് ഇംപെർഫെക്റ്റ്. ഇംപെർഫെക്റ്റ് പറഞ്ഞാൽ എന്താ, പെർഫെക്റ്റ് അല്ലാത്ത മാർക്കറ്റ്. പെർഫെക്റ്റ് അല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് അതെന്താ എന്ന് നമുക്ക് വയലേഷൻസ് ഉണ്ടായിരിക്കും. എന്താ എന്ന് നമുക്ക് നോക്കാം. This occurs with violation of assumption of perfect competition that the number of buyers and sellers in each market is very large. നമുക്കറിയാം നമ്മളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരുപാട് ബയേഴ്സും ഉണ്ട്, ഒരുപാട് സെല്ലേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് ലാർജ് ആണ് എന്ന് പറയാനുള്ള കാരണം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദാറ്റ് ദ നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ഈച്ച് മാർക്കറ്റ് ഈസ് വെരി ലാർജ്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കുമ്പോൾ മാർക്കറ്റിൽ ബയേഴ്സും ഉണ്ട്, അതിനോടൊപ്പം സെല്ലേഴ്സും ഉണ്ട് ഒരുപാട്. അതുകൊണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലാർജ് ആണ്. പക്ഷെ ഒരു പ്രശ്നം അവിടെ അനുമാനിക്കാം, വയലേഷൻ, ലംഘനം. അനുമാനങ്ങളുടെ ലംഘനം എവിടെ സംഭവിക്കാം, ഇംപെർഫെക്റ്റ് മാർക്കറ്റിൽ സംഭവിക്കാം. അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ അനുമാനം, വയലേഷൻ എന്ന് പറഞ്ഞാൽ ലംഘനം. അനുമാനങ്ങളുടെ ലംഘനം എവിടെ സംഭവിക്കുന്നു, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സംഭവിക്കുന്നു. അപ്പോഴാണ് അതെന്തായി തീരുന്നത്, ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒരു ഇംപെർഫെക്റ്റ് മാർക്കറ്റ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, അവിടെ എന്താ സംഭവിക്കുന്നത്, വയലേഷൻ ഓഫ് അസംപ്ഷൻ. എന്താണ് വയലേഷൻ ഓഫ് അസംപ്ഷൻ എന്ന് പറഞ്ഞാല് അനുമാനങ്ങളുടെ ലംഘനം. വയലേഷൻ മീൻസ് ലംഘനം. അനുമാനങ്ങളുടെ ലംഘനമാണ് എവിടെ കാണപ്പെടുന്നത്, ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ കാണുന്നത്. അതെന്തിന് കാരണമാകുന്നു, അത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഇംപെർഫെക്റ്റ് ആവാൻ കാരണമാകുന്നു. ഇനി എന്താണ് അനുമാനങ്ങളുടെ ലംഘനം എന്ന് നോക്കാം. ഒന്നും കൂടി വിശദീകരിച്ച് പറയുകയാണ്. there are situation, ഈ സാഹചര്യം, there are situation where some goods are produced and sold by one or fewer seller as well as some goods purchased by few buyers. അതായത് അനുമാനങ്ങളുടെ ലംഘനം എന്ന് പറയുമ്പോൾ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അനുമാനങ്ങളുടെ ലംഘനം എന്ന് പറയുമ്പോൾ അത് ഏത് സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് നോക്കിക്കോളൂ. there are situation where some goods are produced and sold by one or few seller. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ സിറ്റുവേഷനില് പ്രൊഡ്യൂസ് ചെയ്യാൻ ആരേ ഉള്ളൂ, വിൽക്കാനും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും കുറച്ച് സെല്ലേഴ്സും വാങ്ങുന്നതിനോ പർച്ചേസ് ചെയ്യുന്നതിനും കുറച്ച് ബയേഴ്സും ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അനുമാനങ്ങളുടെ ലംഘനം അഥവാ ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. ടീച്ചർ പറഞ്ഞു ഇംപെർഫെക്റ്റ് മാർക്കറ്റ് ആവാനുള്ള കാരണം അനുമാനങ്ങളുടെ അസംപ്ഷനിൽ ഉണ്ടാകുന്ന വയലേഷൻ ആണ്.
കാരണം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ബയേഴ്സും ഉണ്ടായിരിക്കും സെല്ലേഴ്സും ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ വയലേഷൻ ഉണ്ടാകുമ്പോഴാണ് അത് ഇംപെർഫെക്റ്റ് ആകുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ വിൽക്കുന്നതിനും ഉൽപ്പാദിപ്പിക്കുന്നതിനും വാങ്ങുന്നതിനും ആരെയുള്ളൂ? കുറച്ചാളുകൾ. ശ്രദ്ധിക്കൂ, there are situations where some goods are produced and sold by one or fewer seller. ഒരു ഗുഡ്സാണ് പ്രൊഡ്യൂസ് ചെയ്യും. സം ഗുഡ്സ്, കുറച്ച് ഗുഡ്സേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ആരെ? ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കുറച്ച് വ്യക്തിയോ മാത്രമേ ഉണ്ടാകുള്ളൂ അത് പ്രൊഡ്യൂസ് ചെയ്യാനും വിൽക്കാനും. വാങ്ങാനും കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ. അതാണ് ഏത് സിറ്റുവേഷൻ എന്ന് പറയുന്നത്? ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ വ്യക്തമാക്കി തരുന്ന കുറച്ച് എക്സാമ്പിളിലേക്ക് പോകാം. ഈ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് എക്സാമ്പിൾ, ഇംപെർഫെക്റ്റ് മാർക്കറ്റിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഏതാ? where some goods are produced and sold by one seller. This is called monopoly market structure. എന്താണ് monopoly market structure എന്ന് പറഞ്ഞാല്? where some goods are produced. കുറച്ച് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആരെ? കുറച്ച് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും വിൽക്കുന്നതും ആരെയുള്ളൂ? വൺ സെല്ലർ. ഒരാള് മാത്രമേ അവിടെ വിൽക്കാനുള്ളൂ, വൺ സെല്ലർ. അത്തരം സിറ്റുവേഷനെ എന്താ പറയുക? മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ, കുത്തക മാർക്കറ്റ് ഘടന. മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുത്തക മാർക്കറ്റ് സ്ട്രക്ചർ അഥവാ മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ. മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് ഗുഡുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അവിടെ ഒരാൾ മാത്രമേ, വൺ സെല്ലർ. ഇവിടെ വൺ സെല്ലർ. where some goods are produced sold by one seller. കുറച്ച് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ വിൽക്കാൻ ആര് മാത്രമേ ഉള്ളൂ? ഒരൊറ്റ വിൽപ്പനക്കാരൻ, വൺ സെല്ലർ മാത്രം ഉണ്ടായിരിക്കുന്നതിനെ പറയുന്ന പേരാണ് മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ. എന്താണ് മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ? ചിന്തിച്ചു നോക്കൂ. നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേ അല്ലെ? ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നതും ഗവൺമെന്റിന്റെ മൊണോപ്പൊളിയായി നിലനിൽക്കുന്ന ഒരേ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു മേഖല, ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ റെയിൽവേ. അപ്പൊ മൊണോപ്പൊളിയായി നിലകൊള്ളുന്നതിന് എക്സാമ്പിൾ ഇന്ത്യൻ റെയിൽവേയും ഉണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡ്. ഇലക്ട്രിസിറ്റി ബോർഡ് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇന്നിപ്പോ നമുക്ക് സോളാറൊക്കെ വന്നു കഴിഞ്ഞു. എങ്കിലും ഇന്നും ഗവൺമെന്റിന്റെ കുത്തകയായിട്ട് ഒരാൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയായി നിലകൊള്ളുന്ന സ്ട്രക്ചർ ആണ് ഏത്? മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ. അതിന് എക്സാമ്പിൾ ആണ് ഏത്? ഇന്ത്യൻ റെയിൽവേയും ഇലക്ട്രിസിറ്റി ബോർഡും. അതേപോലെ തന്നെ അതിൽ ബി ആയിട്ട് വരുന്നത് നോക്കാം. where some goods are produced and sold by few sellers. few sellers എന്ന് പറഞ്ഞാൽ കുറച്ച് വിൽപ്പനക്കാർ. അതായത് കുറച്ച് സം ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്, കുറച്ച് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു സെല്ലറാണോ? അല്ല, ഫ്യൂ സെല്ലേഴ്സ്, ഒന്നോ രണ്ടോ മൂന്നോ അതിലധികം ഒരു കുറച്ച് വിൽപ്പനക്കാർ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഒളിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ. ഫ്യൂ സെല്ലേഴ്സ്, വൺ സെല്ലർ ആവുമ്പോ മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറും ഫ്യൂ സെല്ലർ ആവുമ്പോ ഒളിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറുമാണ്. അതിന് എക്സാമ്പിൾ നമ്മൾക്കറിയാം എയർലൈൻ ഇൻഡസ്ട്രി. എയർലൈൻ ഇൻഡസ്ട്രി ഏതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം? ഒളിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ്. എയർലൈൻ ഇൻഡസ്ട്രി ഹാസ് ഫ്യൂ പ്രൊവൈഡേഴ്സ് ലൈക്ക് ജെറ്റ് എയർവേസ്, എയർ ഇന്ത്യ, ഇൻഡിഗോ. നമുക്കറിയാം എയർലൈൻസ് ഒക്കെ നമുക്ക് പരിമിതമാണ്, ഒരുപാടൊന്നുമില്ല, രണ്ടോ മൂന്നോ അത്രേ ഉള്ളൂ സെക്ഷൻ അതിന്റെ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ കൂടുതൽ മാത്രം നിലകൊള്ളുന്ന ഫ്യൂ സെല്ലേഴ്സ് ഉള്ളതാണ് ഒളിഗോപ്പൊളി. അതിന് എക്സാമ്പിൾ ആണ് എയർലൈൻ ഇൻഡസ്ട്രി. എയർലൈൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ജെറ്റ് എയർവേസും എയർ ഇന്ത്യയും ഇൻഡിഗോയും. അതേപോലെ മൊബൈൽ സർവീസ്. മൊബൈൽ സർവീസ് ഒരുപാടൊന്നുമില്ല, ഏതൊക്കെയുള്ളൂ? എയർടെല്, വോഡാഫോണ്, റിലയൻസ്.
അതേപോലെ ഓട്ടോമാറ്റിക് ഇൻഡസ്ട്രിയിൽ ഏതൊക്കെ വരിക? ഹോണ്ട, മാരുതി. അപ്പൊ കുറച്ച് വിൽപ്പനക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രിയെയാണ്, മേഖലയെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്യൂ സെല്ലേഴ്സ് മാത്രമുള്ള മേഖലയാണ് ഏത്? ഒളിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത പോയിന്റിലേക്ക് നോക്കാം. Where there are a few buyers of product, this is called oligophonic market structure. Few buyers, വാങ്ങാൻ കുറച്ച് ആളുകൾ മാത്രം. ബയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? വാങ്ങുന്നവർ. സെല്ലേഴ്സ് എന്ന് പറഞ്ഞാല് വിൽക്കുന്നവർ. ഒളിഗോപ്പൊളി ആകുമ്പോ എങ്ങനെയാണ്? വിൽക്കാൻ കുറച്ച് ആളുകൾ ഉള്ളതാണ് ഒളിഗോപ്പൊളി. എന്നാല് ഒളിഗോഫോണിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വാങ്ങാൻ കുറച്ച് ആളുകൾ മാത്രമുള്ള മേഖലയാണ് ഏത്? ഒളിഗോഫോണിക് മാർക്കറ്റ് സ്ട്രക്ചർ. അതിന് എക്സാമ്പിൾ ആണ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ലൈക്ക് കൊക്കോ, ടീ, ടൊബാക്കോ. ഇന്ത്യൻ റെയിൽവേ ഇസ് ദ ഓൺലി എംപ്ലോയർ ഫോർ ലോക്കോമോട്ടീവ് എഞ്ചിനീയേഴ്സ് ഇൻ ദ കൺട്രി. നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേയില് ലോക്കോമോട്ടീവ് എഞ്ചിനീയേഴ്സ് ഒക്കെ വിരളമായിട്ടുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ ഏതിന് വരുന്ന പറയുന്നത്? ഒളിഗോഫോണിക് മാർക്കറ്റ് സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ്. ഇത്തരത്തിലുള്ള ഈ 3 കാര്യങ്ങളും വരുന്ന മാർക്കറ്റാണ് ഏത്? ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. ഇപ്പോ ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിൽക്കാനും വാങ്ങാനും കുറച്ച് ആളുകൾ വരുന്ന സിറ്റുവേഷൻ വരുന്ന മേഖലയാണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. അതിൽ 3 സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? അതായത് 1 സെല്ലർ മാത്രം വരുമ്പോൾ മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ. എന്നാല് ഫ്യൂ സെല്ലേഴ്സ് വരുമ്പോൾ ഒളിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ. എന്നാല് ഫ്യൂ ബയേഴ്സ് വരുമ്പോൾ അതേതാണ്? ഏത് സ്ട്രക്ചർ എന്നാണ് അതിനറിയപ്പെടുന്നത്? ഒളിഗോഫോണിക് മാർക്കറ്റ് സ്ട്രക്ചർ. ഫ്യൂ ബയേഴ്സ് വരുന്നതാണ് ഏത്? ഒളിഗോഫോണിക് മാർക്കറ്റ് സ്ട്രക്ചർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വിശകലനം ചെയ്ത് തരാനുള്ളത്. ഓക്കെ, 17th ചാപ്റ്ററിൽ തന്നെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. എക്സ്റ്റേണാലിറ്റീസ്. എന്താണ് എക്സ്റ്റേണാലിറ്റി എന്ന് നമുക്ക് നോക്കാം. ബാഹ്യ ഘടകങ്ങൾ എന്ന് പറയും. എക്സ്റ്റേണൽ പോർഷൻ അഥവാ എക്സ്റ്റേണാലിറ്റി, ബാഹ്യ ഘടകങ്ങൾ. Externality occurs when the violation of assumption entail cost or benefit to third parties. അതായത് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ എക്സ്റ്റേണാലിറ്റി occurs the violation of assumption. വയലേഷൻ ഓഫ് അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ അനുമാനങ്ങളുടെ ലംഘനം. എങ്ങനെയാണ് കടന്നു പോകുന്നത്? എൻഡെയിൽ കോസ്റ്റ് ഓർ ബെനിഫിറ്റ് ടു തേർഡ് പാർട്ടി. മൂന്നാമത്തെ പാർട്ടിയിലേക്കാണ് അതിന്റെ കോസ്റ്റും ബെനിഫിറ്റും ലഭ്യമാകുന്നത്. അതാണ് ബാഹ്യ ഘടകം എന്ന് പറയുമ്പോൾ. എക്സ്റ്റേണാലിറ്റീസ് occurs when the violation of assumption entail cost or benefit to third parties. തേർഡ് പാർട്ടിയിലേക്കാണ് പോകുന്നത്. കോസ്റ്റും ബെനിഫിറ്റും മൂന്നാമത്തെ പാർട്ടിയിലേക്ക് പോകുമ്പോഴാണ് അത് എന്തായി തീരുന്നത്? എക്സ്റ്റേണാലിറ്റീസ്. അപ്പൊ അവിടെ ശ്രദ്ധിച്ചോളൂ. വൺ പേഴ്സൺ ആക്ഷൻ എഫക്ട് അനദർ പേഴ്സൺ വെൽ ബീയിങ് പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി. ഒരു വ്യക്തിയുടെ പ്രവൃത്തി മറ്റൊരു വ്യക്തിക്ക് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എഫക്റ്റ് ചെയ്യാണ് ഏതായിരിക്കുമ്പോൾ ചെയ്യുന്നത്? എക്സ്റ്റേണാലിറ്റി ആകുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയുടെ പ്രവൃത്തി വൺ പേഴ്സൺ ആക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയുടെ ആക്ഷന് എഫക്റ്റ് അനദർ പേഴ്സൺ, മറ്റൊരു വ്യക്തിക്ക് എഫക്റ്റ് ചെയ്യുന്നു. എങ്ങനെ? പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എന്ത് ചെയ്യുന്നു? എഫക്റ്റ് ചെയ്യുന്നു. ഫോർ ദി എക്സാമ്പിൾ, എ സ്മോക്കർ വിൽ എൻജോയ് സ്മോക്കിംഗ് and smoke alone, but other person near to him will be affected by the smoke. ഒരു സ്മോക്കർ എന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്ന ആള് സ്മോക്ക് ചെയ്യുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നത് ആരേനെ ആയിരിക്കും? അടുത്ത് നിൽക്കുന്ന മറ്റൊരു പേഴ്സണിനെ ആയിരിക്കും. അപ്പൊ സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് അത് ഉപയോഗിച്ചിട്ട് അതിന്റെ ലഹരി ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആളെക്കാട്ടിൽ കൂടുതൽ അത് എഫക്റ്റ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ആൾക്കായിരിക്കും. ആ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് അത് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കില്ല, നെഗറ്റീവ്
രീതിയിലായിരിക്കും എഫക്ട് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള ഘടകത്തെ, ഇത്തരത്തിലുള്ള രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് എക്സ്റ്റേണാലിറ്റി? അതായത് externality occurs when the violation of assumption entailed cost or benefit to third party. കോസ്റ്റും ബെനിഫിറ്റും മൂന്നാമത്തെ പാർട്ടിയിലേക്ക് എന്ത് ചെയ്യുന്നു? മാറുന്നു. അത്തരത്തിലുള്ള വയലേഷൻ, അത്തരത്തിലുള്ള ലംഘനങ്ങളാണ് എവിടെ ഉണ്ടായിരിക്കുക? എക്സ്റ്റേണാലിറ്റി. അത് നെഗറ്റീവായിട്ടും ആകാം, പോസിറ്റീവ് ആയിട്ടും ആകാം. അതിനൊരു എക്സാമ്പിൾ ആണ് എ സ്മോക്കർ വിൽ എൻജോയ് സ്മോക്കിംഗ് ആൻഡ് സ്മോക്ക് അലോൺ ബട്ട് അതർ പേഴ്സൺ നിയർ ടു വിൽ ബി എഫക്റ്റഡ് ബൈ ദ സ്മോക്ക്. ഒരു സ്മോക്കർ സ്മോക്ക് ചെയ്യുമ്പോൾ അത് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ ആയിരിക്കും. അപ്പൊ അത് എന്തിനു ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം? എക്സ്റ്റേണാലിറ്റിക്ക് ചൂണ്ടിക്കാണിക്കാം. അതുകൊണ്ട് തന്നെ അതാണ് നമുക്ക് എക്സ്റ്റേണാലിറ്റി എന്നത് കൊണ്ട് വ്യക്തമാക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. പബ്ലിക് ഗുഡ്, പൊതുവായിട്ടുള്ള ഗുഡ്സുകൾ. പബ്ലിക് ഗുഡ്സ്. എന്താണ് പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാല്? പൊതുവായിട്ടുള്ള ഗുഡ്സുകൾ. ഇവിടെ ശ്രദ്ധിക്കൂ. പബ്ലിക് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് whose consumption cannot be restricted to only those who pay for them. പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് ഗുഡ്സ് whose consumption cannot be restricted. അവിടെ പബ്ലിക് ഗുഡ്സ് കൺസപ്ഷൻ ചെയ്യുമ്പോൾ അവിടെ എന്തില്ല? യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻ, നിയന്ത്രണവുമില്ല. ഓൺലി ദോസ് ഹു പേ ഫോർ ദം. എന്ത് ചെയ്യും വേണ്ട? പേ ചെയ്യും വേണ്ട. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? പബ്ലിക് ഗുഡ്സിന് എക്സാമ്പിൾ ആണ് റോഡ് ലൈറ്റ് എന്ന് പറയുന്നത്. റോഡ് ലൈറ്റ്. അപ്പോ പബ്ലിക് ഗുഡിന് എക്സാമ്പിൾ ആണ് നമുക്ക് റോഡ് ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയും. അതൊരു പബ്ലിക് ഗുഡാണ്. കാരണം അവിടെ ആ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാവർക്കും ഉപയോഗിക്കാം. അവിടെ എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ? ഇല്ല. വൈകുന്നേരങ്ങളിൽ സമയത്ത് ഓരോ സ്ട്രീറ്റിലും ലൈറ്റ് കത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതെന്തിന് എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കാം? പബ്ലിക് ഗുഡ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അടുത്ത ആ പബ്ലിക് ഗുഡ്സിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. നോൺ എക്സ്ക്ലൂഡബിലിറ്റി, അതേപോലെ തന്നെ നോൺ റൈവലറി, മത്സരിക്കാത്തതും ഒഴിവാക്കാത്തതും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഗുഡ്സ്. പബ്ലിക് ഗുഡ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. എന്തൊക്കെയാണ്? നോൺ എക്സ്ക്ലൂഡബിലിറ്റി ആൻഡ് നോൺ റൈവലറി. ഒഴിവാക്കാത്തതും മത്സരിക്കാത്തതും. അപ്പൊ നമുക്ക് ഒഴിവാക്കാത്തത് എന്ന് പറയുമ്പോൾ എന്താ നോക്കാം. രണ്ട് തരത്തിലുള്ള പബ്ലിക് ഗുഡ്സുകളാണുള്ളത്. നോൺ എക്സ്ക്ലൂഡബിലിറ്റിയും നോൺ റൈവലറിയും. അതിലെ എക്സ്ക്ലൂഡബിലിറ്റി എന്താ നോക്കാം. നോൺ എക്സ്ക്ലൂഡബിലിറ്റി മീൻസ് ദാറ്റ് we cannot exclude non-payers from consuming. Example, defense service at national borders protect while nation. No one can be excluded from that protection. എന്താണ് എക്സ്ക്ലൂഡബിലിറ്റി എന്നാൽ? ഒഴിവാക്കാത്തത്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഏത്? ഡിഫൻസ്, പ്രതിരോധം. എവിടെ? നാഷണൽ ബോർഡേഴ്സ് പ്രൊട്ടക്ട്, നമ്മുടെ ദേശീയ അതിർത്തിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? നോൺ എക്സ്ക്ലൂഡബിലിറ്റി ആണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയുടെ സംരക്ഷണം, ബോർഡറിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിൾ ആണ്? നോൺ എക്സ്ക്ലൂഡബിലിറ്റി. ടീച്ചർ പബ്ലിക് ഗുഡിന് രണ്ട് എക്സാമ്പിൾ ആണ് രണ്ട് ക്യാരക്ടറാണ് ചൂണ്ടിക്കാണിക്കുന്നത് പബ്ലിക് ഗുഡിന്. നോൺ എക്സ്ക്ലൂഡബിലിറ്റിയും നോൺ റൈവലറിയും. നോൺ എക്സ്ക്ലൂഡബിലിറ്റി പറഞ്ഞാൽ എന്താ? ഒഴിവാക്കാത്തത്. നമുക്ക്
ഒരിക്കലും ഒഴിവാക്കാത്ത ഒരു പബ്ലിക് ഗുഡാണ് ഏത്? നോൺ എക്സ്ക്ലൂഡബിലിറ്റി. കാരണം നമ്മുടെ രാജ്യത്തിലെ ഓരോ പൗരനും സംരക്ഷിക്കപ്പെടുന്നതും സംരക്ഷണത്തോടുകൂടി ജീവിക്കുന്നതും എന്തിന്റെ ഫലമായിട്ടാണ്? നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രതിരോധത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പബ്ലിക് ഗുഡായിട്ടാണ് ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്? നോൺ എക്സ്ക്ലൂഡബിലിറ്റിയെ ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് നോൺ റൈവല്ലറി. നോൺ റൈവല്ലറി പറഞ്ഞാൽ മത്സരിക്കാത്തത്, എതിരാളികളില്ലാത്തത്. അപ്പൊ ഇവിടെ നോക്കൂ, റൈവല്ലറി മീൻസ് നോൺ റൈവല്ലറി മീൻസ് ദാറ്റ് when a person consumes a good it will not diminish other person share for. ഒരു പേഴ്സൺ ഒരു ഗുഡ് കൺസ്യൂം ചെയ്യുമ്പോൾ അവിടെ അത് കുറയുന്നില്ല, അത് ആരിലേക്ക് കൊടുക്കുമ്പോൾ ഷെയർ ചെയ്യുന്നു? അതർ പേഴ്സണിലേക്ക് ഷെയർ ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ആഡിങ് വൺ മോർ പേഴ്സൺ ഇൻ ദ സൊസൈറ്റി അവൈലബിൾ ടു ദ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. എക്സാമ്പിൾ പിസ്സ. ഇപ്പൊ ഒരു വ്യക്തി ഒരു പിസ്സ വാങ്ങി, ആ പിസ്സ അദ്ദേഹം മറ്റൊരു വ്യക്തിയിലേക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഡിമിനിഷിങ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ വൺ സ്ലൈസ് ഓഫ് ദ പിസ്സ, ഓരോ സ്ലൈസ് ആയിട്ടാണ് പിസ്സ ഉണ്ടാവുക. ഇങ്ങനെ ഓരോ ത്രികോണാകൃതിയിലുള്ള ഓരോ സ്ലൈസ് ആയിട്ടായിരിക്കും പിസ്സ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു വ്യക്തി ആ പിസ്സ വാങ്ങി അതൊരു മറ്റൊരു വ്യക്തിയിലേക്ക് നൽകപ്പെടുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടെ അത് ഡിമിനിഷ് ചെയ്യപ്പെടുള്ളൂ. അതുകൊണ്ട് തന്നെ if one slice of the pizza is consumed by one person, the share available to the rest will be reduced by the slice. എപ്പോഴാണ് ആ സ്ലൈസുകൾക്ക് കുറവ്? സ്ലൈസുകൾ, പിസയുടെ സ്ലൈസുകൾ ഭാഗങ്ങൾ കുറയപ്പോഴാ? മറ്റൊരു പേഴ്സണ് കൊടുക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ ഇതും ഇപ്പൊ നമ്മളൊരു സാധനം നമുക്ക് വേറൊരാൾ തരുമ്പോഴും അതും എന്തെന്നെയാണ്? ഒരു പബ്ലിക് ഗുഡ് ആയിട്ട് നമുക്ക് അതിനെ കാണാം എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് മത്സരിക്കാത്തത് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പബ്ലിക് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് whose consumption cannot be restricted. അതിന്റെ ഉപഭോഗത്തിന് എന്തില്ല? നിയന്ത്രണങ്ങളില്ല. അതുകൊണ്ട് തന്നെ പബ്ലിക് ഗുഡ്സിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഏതൊക്കെയാണ്? നോൺ എക്സ്ക്ലൂഡബിലിറ്റി ആൻഡ് നോൺ റൈവല്ലറി. നോൺ എക്സ്ക്ലൂഡബിലിറ്റി പറഞ്ഞാൽ ഒഴിവാക്കാത്തത്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പബ്ലിക് ഗുഡാണ് നമ്മുടെ ഡിഫൻസ്, പ്രതിരോധം തീർക്കുക. രാജ്യത്തിന്റെ ബൗണ്ടറി പ്രൊട്ടക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫൻസിന് ഒരുപാട് എമൗണ്ട് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് എന്താണ്? പബ്ലിക് ഗുഡാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതേപോലെ തന്നെ നോൺ റൈവല്ലറി എന്ന മത്സരിക്കാത്തത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മളൊരു പിസ്സ ഒരാൾ വാങ്ങി എന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് അത് റെഡ്യൂസ് ചെയ്യപ്പെടുക. പക്ഷെ അതും എന്തിലേക്ക്? നമുക്കൊരാള് ഫ്രീ ആയിട്ട് ഒരു സാധനം നമുക്ക് നൽകുമ്പോൾ അത് എന്താണ്? ഒരു പബ്ലിക് ഗുഡായിട്ട് അതിനെ നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് അതെന്താണ്? മത്സരിക്കാത്തത് എന്ന് വേണമെങ്കിൽ പറയാം, മത്സരിക്കാത്തത് എന്ന് പറയാം. അതാണ് ഈ രണ്ട് പോയിന്റുകളാണ് പബ്ലിക് ഗുഡ്സിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് അറിയപ്പെടുന്നത്. ഞാൻ ഇതിന്റെ കോമ്പിനേഷൻ ഓഫ് നോൺ എക്സ്ക്ലൂഷൻ ആൻഡ് നോൺ റൈവൽ ഗുഡ്സ്, അതായത് നോൺ എക്സ്ക്ലൂഷന്റെയും നോൺ റൈവൽ ഗുഡ്സിന്റെയും കോമ്പിനേഷൻ നമുക്ക് നോക്കാം. ഇവിടെ നോൺ എക്സ്ക്ലൂഷൻ എന്ന് പറയും. ഈ ഭാഗം നമ്മൾ നോൺ എക്സ്ക്ലൂഷൻ ആണ്. അതേപോലെ തന്നെ ഈ ഭാഗം എന്ന് പറയുന്നത് നോൺ റൈവൽ ആണ്. നോൺ എക്സ്ക്ലൂഷൻ ആയിരിക്കുമ്പോൾ എന്താണ്? പബ്ലിക് ഗുഡ്, പ്യുവർ പബ്ലിക് ഗുഡ്. ഏതൊക്കെയാണ് പ്യുവർ പബ്ലിക് ഗുഡ്? നാഷണൽ ഡിഫൻസും സ്ട്രീറ്റ് ലൈറ്റും ജുഡീഷ്യൽ സിസ്റ്റം. അത് നോൺ എക്സ്ക്ലൂഷനിൽ എസ് ആണ്, സത്യം വേണ്ടതാണ്. നോൺ റൈവലും എങ്ങനെ തന്നെയാണ്? എസ് ആണ്. നമുക്ക് പ്യുവർ പബ്ലിക് ഗുഡ്, പരിശുദ്ധമായ പൊതു സാധനങ്ങൾ അല്ലെങ്കിൽ പ്യുവർ പബ്ലിക് ഗുഡ് ആയിട്ടുള്ള നാഷണൽ ഡിഫൻസും സ്ട്രീറ്റ് ലൈറ്റും ജുഡീഷ്യൽ സിസ്റ്റം ഒക്കെ എന്താണ്? ആവശ്യമായ ഘടകങ്ങളാണ്. അതുകൊണ്ട് നോൺ എക്സ്ക്ലൂഷനിൽ അതെന്താണ്? എസ് ആണ്. അതേപോലെ തന്നെ നോൺ റൈവലും അതെങ്ങനെയാണ്? എസ് ആണ്. എന്നാൽ കോമൺ റിസോഴ്സ് ആയിട്ടുള്ള ഫാം ഗ്രേസിംഗ് ഇൻ വില്ലേജ്, ഫിഷ് ടേക്കൺ ഫ്രം ഓഷ്യൻ, ഇറിഗേഷൻ വാട്ടർ ഫ്രം റിവർ, ഇതൊന്നും എന്തല്ല എന്നാ പറയുന്നത്? നോൺ റൈവൽ അല്ല. അത് നോൺ എക്സ്ക്ലൂഷനും അതേപോലെ തന്നെ ഇതെന്തല്ല? നോ എന്നാ പറയുന്നത്. അത് ഈ നോൺ എക്സ്ക്ലൂഷനും ടോൾ ഗുഡ്സ്, തിയേറ്റർ, ടോൾ ടാക്സ്, റോഡ്, കേബിൾ, TV ഇതൊന്നും ഏതിൽ വരില്ല? നോൺ എക്സ്ക്ലൂഷനിൽ വരില്ല.
പിയർ പ്രൈവറ്റ് ഗുഡും പിസ മൊബൈൽ ഫോൺ ഇതൊന്നും ഏതിൽ വരുന്നില്ല, നോൺ എക്സ്ക്ലൂഷനിൽ ഇല്ല എന്നാണ്. നോൺ എക്സ്ക്ലൂഷനിലും നോൺ റൈവലിലും വരുന്നത് ഏത് മാത്ര? ഈ ഘടകങ്ങൾ. ഏതൊക്കെ? നാഷണൽ ഡിഫൻസും സ്ട്രീറ്റ് ലൈറ്റും ജുഡീഷ്യൽ സിസ്റ്റവും ഏതിലൊക്കെ വരുന്നതാ? നോൺ എക്സ്ക്ലൂഷനിലും വരും, നോൺ റൈവലിലും വരും. എന്നാല് ടോൾ ഗുഡ്സും അതേ കോമൺ റിസോഴ്സും പിയർ പ്രൈവറ്റ് ഗുഡ്സും ഏതിൽ വരുന്നില്ല? നോൺ റൈവലിലും വരുന്നില്ല, നോൺ എക്സ്ക്ലൂഷനിലും വരുന്നില്ല. മനസ്സിലായില്ലേ? നോൺ എക്സ്ക്ലൂഷനിൽ ഏത് മാത്രമേ വരുന്നുള്ളൂ? നാഷണൽ ഡിഫൻസ്, സ്ട്രീറ്റ് ലൈറ്റ്, ജുഡീഷ്യൽ സിസ്റ്റം. ഇത് മാത്രമാണ് നോൺ റൈവലിലും നോൺ എക്സ്ക്ലൂഷനിലും വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എസ് ഇട്ടിട്ടുള്ളത്. എന്നാല് ടോൾ ഗുഡ്സുകൾ ഏതൊക്കെ? തിയേറ്റർ, ടോൾ ടാക്സ്, റോഡ്, കേബിൾ TV, അതേപോലെ തന്നെ കോമൺ റിസോഴ്സ് ആയിട്ടുള്ള ഫാം ഗ്രേസിംഗ് വില്ലേജ്, ഫിഷ് ടേക്കൺ ഫ്രം ഓഷ്യൻ, ഇറിഗേഷൻ വാട്ടർ ഫ്രം റിവർ, പിയർ പ്രൈവറ്റ് ഗുഡ്സ് ആയിട്ടുള്ള പിസ മൊബൈൽ ഫോൺ. ഇതൊക്കെ ഇത് രണ്ടും ഈ കാര്യങ്ങളൊന്നും ഏതിൽ വരുന്നില്ല? നോൺ റൈവലിലും വരുന്നില്ല, നോൺ എക്സ്ക്ലൂഷനിലും വരുന്നില്ല. അതാണ് നോ എന്നിട്ടിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാനുള്ളത്. ഓക്കെ, 17th ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്ക് നോക്കാം. ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. പെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനെയാണ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുക. എന്നാൽ ഇവിടെ നമുക്ക് നോക്കൂ, ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്നാണ്, പൂർണ്ണമല്ലാത്ത ഇൻഫർമേഷൻ. അപ്പോൾ ഈ പൂർണ്ണമല്ലാത്ത ഇൻഫർമേഷൻ അഥവാ ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിലൂടെ നമുക്ക് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ ശ്രദ്ധിച്ചോളൂ. The second major source of inefficiency or market failure is imperfect information on the part of buyers and sellers. ബയേഴ്സിനും സെല്ലേഴ്സിനും സംഭവിക്കുന്ന എന്തിനെ കുറിച്ചുള്ള അറിവ് കുറവ്? ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ കാരണം എന്ത് സംഭവിക്കാം? The second major source of inefficiency or market failure. കാര്യക്ഷമതയില്ലായ്മയ്ക്കും മാർക്കറ്റ് ഫെയിലിയർ, മാർക്കറ്റിന്റെ തകർച്ചയ്ക്കും ഏത് കാരണമാകും? ബയേഴ്സിനും സെല്ലേഴ്സിനും ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ, പെർഫെക്റ്റ് അല്ലാത്ത ഇൻഫർമേഷൻ. പെർഫെക്റ്റ് ആയിട്ട് വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ അത് ബയേഴ്സിനും സെല്ലേഴ്സിന്റെയും എഫിഷ്യൻസി കൂട്ടും, മാർക്കറ്റ് സ്ട്രോങ് ആവും. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഇവിടെ പെർഫെക്റ്റ് അല്ലാത്ത ഇൻഫർമേഷൻ എന്നാ പറയണത്. ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കുമ്പോൾ മാർക്കറ്റില് എഫിഷ്യൻസി എങ്ങനെയായിരിക്കും? ഇൻഎഫിഷ്യൻസി ആയിരിക്കും. മാർക്കറ്റ് ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നു? ഫെയിലിയർ. മാർക്കറ്റിന്റെ തകർച്ചയ്ക്കും മാത്രമല്ല അതിന്റെ പങ്ക് ആരിലൂടെയും കാണാം? ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അപ്പോ വാങ്ങുന്നവനും വിൽക്കുന്നവനും ഈ ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ ആണ് ലഭിക്കുന്നതെങ്കിൽ അത് മാർക്കറ്റിന്റെ തകർച്ചയ്ക്ക് അതേപോലെ തന്നെ മാർക്കറ്റിന്റെ ഇൻഎഫിഷ്യൻസിക്കും കാരണമാകുന്നു. ഇനി ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ. Say car, seller has more information about its quality than the buyer. അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ. എന്താണ് സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ? എന്താ? ഒരു രണ്ടാമതായിട്ടുള്ള ഒരു വെഹിക്കിള്. നമ്മൾ ആദ്യം വാങ്ങിയത് പുതുതായിട്ട് വാങ്ങല്ല, ഒരാൾ ഉപയോഗിച്ച ഒരു വെഹിക്കിള് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഉപയോഗിച്ച വെഹിക്കിള് ഞാൻ മറ്റൊരാൾക്ക് ഒരു ബയറിന് കൊടുക്കുന്ന സമയത്ത് വാങ്ങുന്ന ആൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കുറവായിരിക്കും. എന്നാൽ വിൽക്കുന്ന സെല്ലറിന് അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കും? മോർ ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അതാണ് വിവരം. ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് കുറവായിരിക്കുമ്പോൾ അത് ആ വാങ്ങുന്ന ആൾക്ക് പലതരത്തിലുള്ള ഭവിഷ്യത്തും സംഭവിക്കാം. അതിനൊരു എക്സാമ്പിൾ ആണ് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷന് വേണ്ടി ഇവിടെ എക്സാമ്പിൾ എന്താ ചൂണ്ടിക്കാണിക്കുന്നത്? സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ. ഒരു രണ്ടാമതായി ഉപയോഗിക്കുന്ന വെഹിക്കിള്, അവിടെ ഉദാഹരണം കാറാണ് വാങ്ങുന്നതെങ്കിൽ
അതിനെ കുറിച്ച് വിൽക്കുന്ന ആൾക്ക് സെല്ലറിന് ആ കാറിനെ കുറിച്ചിട്ടുള്ള വിവരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? മോർ ഇൻഫർമേഷൻ ആയിരിക്കും. എന്നാൽ ബയറിനോ വിൽക്കുന്ന ആൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നന്നായി അറിയുണ്ടാവും. എന്നാൽ വാങ്ങുന്ന ആൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള ആ കാറിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? ആ കാറിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? കുറവായിരിക്കാം. അപ്പൊ അതാണ് ഏതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്? ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. സെക്കൻഡ് പോയിന്റ്, ഇൻ ലേബർ മാർക്കറ്റ് വർക്കേഴ്സ് know about their skill but employers have limited information. ഒരു ലേബർ മാർക്കറ്റിൽ വർക്കേഴ്സിന്റെ സ്കില്ല് എംപ്ലോയേഴ്സിന്റെ സ്കില്ല് ഏതിനനുസരിച്ചിട്ടാണ്? ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ്. ഇൻ ലേബർ മാർക്കറ്റ് വർക്കേഴ്സ് know about their skill. ഒരു ലേബർ മാർക്കറ്റിൽ തൊഴിലാളിയുടെ സ്കില്ലിനനുസരിച്ചിട്ടായിരിക്കാം ആ തൊഴിലാളിയുടെ ജോലി എന്ന് പറയുന്നത്. പക്ഷെ ആ സ്കില്ലില്ലാത്ത ഒരാളുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? ലിമിറ്റഡ് ആയിരിക്കാം. അതേപോലെ തന്നെ ഇൻഷുറൻസ് ഏജൻസി has less information about the risk taken by their client. ഇൻഷുറൻസ് ഏജൻസി കുറച്ച് വിവരങ്ങളെ ക്ലയന്റിന് നൽകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ക്ലയന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റിസ്ക് ഉണ്ടായിരിക്കാം. ഇപ്പൊ നമ്മൾ പല ഇൻഷുറൻസിലും ചേരാറുണ്ട്, പല പോളിസികളും എടുക്കാറുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കാറുള്ളത്. അപ്പൊ ആ ഇൻഷുറൻസിനെ കുറിച്ച് നമുക്ക് പൂർണ്ണമായും അറിവുണ്ടായിരിക്കണം, ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം, വിവരം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അതിന്റെ റിസ്ക് ഫുള്ളും ആരെന്നെ ഏറ്റെടുക്കേണ്ടി വരും? ക്ലയന്റ് തന്നെ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ ഇതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. പെർഫെക്റ്റ് അല്ല, ഇംപെർഫെക്റ്റ്. ഇംപെർഫെക്റ്റ് പറഞ്ഞാൽ പൂർണ്ണമല്ലാത്ത ഇൻഫർമേഷനുകളെയാണ് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്നറിയാം. ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കുമ്പോൾ അത് എക്കോണമിയുടെ തകർച്ചയ്ക്കും എക്കോണമിയുടെ എഫിഷ്യൻസി ഇല്ലായ്മയ്ക്കും കാരണമാകും. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ വാങ്ങുന്ന സമയത്ത് അത് വിൽക്കുന്ന ആൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിലും വാങ്ങുന്ന ആൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരിക്കില്ല. രണ്ടാമതായിട്ട് പറയുന്നത്, ഒരു ലേബർ മാർക്കറ്റില് നല്ല സ്കില്ലായിട്ടുള്ള ലേബേഴ്സ് ആയിരിക്കുമ്പോൾ അവർക്ക് വിവരം അറിയും, പക്ഷെ അല്ലാത്ത ആളുകളിൽ ലിമിറ്റ് ആവും ഉണ്ടാവുക. മൂന്നാമതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, ഒരു ഇൻഷുറൻസ് ഏജൻസി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് ലെസ് ഇൻഫർമേഷൻ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ക്ലയൻസ് എപ്പോഴും റിസ്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. നമുക്ക് അഡ്വേഴ്സ് സെലക്ഷൻ, പ്രതികൂലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. അഡ്വേഴ്സ് സെലക്ഷൻ എന്താണ്? അഡ്വേഴ്സ് സെലക്ഷൻ നോക്കാം. അഡ്വേഴ്സ് സെലക്ഷൻ refers to a market process in which buyer and seller have different access to product information. അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതികൂലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആരിലൂടെയാണ് കാണിക്കുന്നത്? ബയർ ആൻഡ് സെല്ലർ ഡിഫറന്റ് ആക്സസ് ടു പ്രോഡക്റ്റ് ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ, there are 2 groups, smokers and non-smokers for health insurance in the market. ഇവിടെ പറയുക അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറയുമ്പോഴേ, ഇപ്പൊ നമ്മള് അഡ്വേഴ്സ് സെലക്ഷൻ refers to a market process. ഇതൊരു മാർക്കറ്റിലെ പ്രക്രിയയാണ്. ആരാണ് അത് സെലക്ട് ചെയ്യുന്നത്? ബയർ ആൻഡ് സെല്ലർ ഹാവ് ഡിഫറന്റ് ആക്സസ് ടു പ്രോഡക്റ്റ് ഇൻഫർമേഷൻ. വാങ്ങുന്നവരാണെങ്കിലും വിൽക്കുന്നവരാണെങ്കിലും വ്യത്യസ്ത പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അറിവിലൂടെയാണ് അത് എന്ത് ചെയ്യുന്നത്? തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അതിനൂടെ എക്സാമ്പിൾ ആയി ചൂണ്ടിക്കാണിക്കുന്നത് സ്മോക്കേഴ്സ് ആൻഡ് നോൺ സ്മോക്കേഴ്സ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻ ദ മാർക്കറ്റ്. ഇപ്പൊ നമ്മള് ഒരു സിഗരറ്റ് വലിക്കുന്ന ആളും സിഗരറ്റ് വലിക്കാത്ത ആളും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എന്ന് കരുതുക. സിഗരറ്റ് യൂസ് ചെയ്യുന്ന ആളും സിഗരറ്റ് യൂസ് ചെയ്യാത്ത ആളും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിക്കുക. പക്ഷെ അവിടെ സിഗരറ്റ് വലിക്കാത്ത ആള് അദ്ദേഹത്തിന്റെ പേയ്മെന്റ് ഇങ്ങനെ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. പക്ഷെ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാണ് അവിടെ നേട്ടം എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താണ്? അദ്ദേഹം അസുഖം വിളിച്ചു വരുത്തുകയാണ്. കയ്യിൽ നിന്ന് പൈസ പോകുന്നുണ്ട്, എന്നിട്ടും അസുഖം വിളിച്ചു വരുത്തുമ്പോഴും ആ വിളിച്ചു വരുത്തുന്ന അസുഖം സ്വയം ചെയ്യാണ്. എന്നിട്ടും അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്?
ഇൻഷൂർ കിട്ടുന്നുണ്ട്. കാരണം രണ്ടു കൂട്ടരും ഇൻഷൂർ എടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഇൻഷൂർ കമ്പനിക്ക് അറിയുന്നില്ല ആരാണ് അവിടെ ഇത് സ്മോക്ക് ചെയ്യുന്ന ആള് എന്ന് ആർക്കും അറിയുന്നില്ല. ഇൻഷുറൻസ് കമ്പനിക്ക് അറിയുന്നില്ല. അതാണ് എന്ത് അഡ്വേഴ്സ് സെലക്ഷൻ. മനസ്സിലായോ? പ്രതികൂല തെരഞ്ഞെടുപ്പ്. ഇപ്പൊ നമ്മളൊരു ഇൻഷുറൻസ് കമ്പനി സ്മോക്ക് ചെയ്യുന്ന ആൾക്കും സ്മോക്ക് ചെയ്യാത്ത ആൾക്കും ഇൻഷൂർ കൊടുക്കുന്നുണ്ട്, ഹെൽത്ത് ഇൻഷൂർ കൊടുക്കുന്നുണ്ട്. പക്ഷെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാണ് അസുഖങ്ങൾ വരിക. അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം ആരാണ് സ്വീകരിക്കുക? സ്മോക്ക് ചെയ്യുന്ന ആളാണ്. ആ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുക. സ്മോക്ക് ചെയ്യാത്ത ആളെക്കാട്ടും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുകയായിരിക്കാം സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും. പക്ഷെ ഇൻഷുറൻസ് കമ്പനിക്ക് അറിയുന്നില്ല ഈ സ്മോക്ക് ചെയ്യുന്ന ആളാണ് ഇതിലുള്ളത് എന്ന് ഇൻഫർമേഷൻ കിട്ടാത്തത് മൂലം, ഒരാളെ കുറിച്ച് ഇത്തരം മോശമുള്ള ആളാണ് എന്ന് വിവരം ലഭ്യമാകാത്തത് കാരണം ആ ഇൻഷുറൻസ് കമ്പനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുകയായിരിക്കും, എപ്പോഴും ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടുകയായിരിക്കും സ്മോക്ക് ചെയ്യുന്ന ആൾക്കായിരിക്കും. അപ്പൊ അതാണ് ഇവിടെ എന്തായി ചൂണ്ടിക്കാണിക്കുന്നത്? അഡ്വേഴ്സ് സെലക്ഷൻ, പ്രതികൂല തെരഞ്ഞെടുപ്പ്. മനസ്സിലായോ? പ്രതികൂല തെരഞ്ഞെടുപ്പ് ഇൻഫർമേഷന്റെ അപാകത മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? പ്രതികൂല തെരഞ്ഞെടുപ്പ് സംഭവിക്കുക. പ്രതികൂല തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് അതിന്റെ എക്സാമ്പിൾ ആണ് ടീച്ചർ ഇവിടെ പറഞ്ഞു തന്നത്. സ്മോക്ക് ചെയ്യുന്ന ആളും സ്മോക്ക് ചെയ്യാത്ത ആളും ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് ചെല്ലുക ആരിലേക്കാണ്? സ്മോക്ക് ചെയ്യുന്ന ആളിനാണ് രോഗം വരിക. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഗുണം ചെയ്യുന്നത് ചിലപ്പോൾ സ്മോക്ക് ചെയ്യുക. അത് കരുതിയിട്ട് എല്ലാവരും സ്മോക്ക് ചെയ്യാനല്ല കേട്ടോ പറയുന്നത്. ടീച്ചർ ഒരു എക്സാമ്പിൾ ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഇതിനെ കുറിച്ചുള്ള വിവരം ഇൻഷുറൻസ് കമ്പനിക്ക് അറിയാത്തത് കൊണ്ട് ഇവിടെ പ്രതികൂല തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് മോറൽ അസാഡ്, ധാർമ്മിക അപകടം. അപകടം, മോറൽ അസാഡ്, ധാർമ്മിക അപകടം. Moral hazard problem arises one party to a contract change to behavior in response to that contract and thus passes the cost of his behavior on to the other party to the contract. ഒരു പാർട്ടിയുടെ കോൺട്രാക്റ്റിൽ നിന്നും മറ്റൊരു പാർട്ടിയുടെ കോൺട്രാക്റ്റിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നതാണ് എന്ത്? ധാർമ്മിക അപകടം. അതിന് ഉദാഹരണം ഏതന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? സ്മോക്കർ ആൻഡ് നോൺ സ്മോക്കർ. മോറൽ ഹസാർഡ് പ്രോബ്ലം arises one party to a contract changes behavior in response to that contract and thus passes the cost of its behavior on to the other party to the contract. അപ്പോ ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയുടെ കോൺട്രാക്റ്റിലേക്ക് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മോറൽ ഹസാർഡ്. അതിനും എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഏതന്നെയാണ്? സ്മോക്കർ ആൻഡ് നോൺ സ്മോക്കർ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഈ ചാപ്റ്ററിൽ ആകെ വരുന്ന ഒരു ഡയഗ്രാം. ഈ ഡയഗ്രാം പഠിക്കാൻ നിങ്ങൾക്ക് 3 പോയിന്റ്സ് ആയി ടീച്ചർ ആക്കിയിട്ടുണ്ട്. ഇത് പഠിച്ച് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ 3 പോയിന്റുകളും ഈ ഡയഗ്രാം വരച്ചാൽ തന്നെ അതിന്റെ കാര്യങ്ങളായി. അപ്പൊ നമുക്ക് ആ ടോപ്പിക് ഒന്ന് നോക്കാം. ഡീവിയേഷൻ ബിറ്റ്വീൻ മാർജിനൽ സോഷ്യൽ കോസ്റ്റ്, മാർജിനൽ പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് സോഷ്യൽ ആൻഡ് പ്രൈവറ്റ് ബെനിഫിറ്റ്. ഡീവിയേഷൻ ബിറ്റ്വീൻ മാർജിനൽ സോഷ്യൽ കോസ്റ്റ്, മാർജിനൽ പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് സോഷ്യൽ ആൻഡ് പ്രൈവറ്റ് ബെനിഫിറ്റ്. ഇവിടെ നമ്മൾ എപ്പോഴാണ് മാക്സിമം പ്രോഫിറ്റിൽ എത്തുക? പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. പ്രൈസ് എന്നുള്ളതിനാണ് ഇവിടെ പി എന്ന് കൊടുത്തിട്ടുള്ളത്. പിയും എം സിയും. എം സി പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റും ഈ പി പ്രൈസും ഈക്വൽ ആകുമ്പോഴാണ് നമുക്ക് എന്ത് ലഭ്യമാകുന്നത്? മാക്സിമം പ്രോഫിറ്റ്. മാക്സിമം പ്രോഫിറ്റ് ലഭ്യമാകുക എപ്പോഴാണ്? പ്രൈസും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആകുമ്പോഴാണ് എന്താണ് ചെയ്യാൻ സാധിക്കുക? മാക്സിമം പ്രോഫിറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോക്കൂ, മാർജിനൽ സോഷ്യൽ കോസ്റ്റ് ഈക്വൽ ആവുക എപ്പോഴാ? മാർജിനൽ പ്രൈവറ്റ് കോസ്റ്റ് പ്ലസ് മാർജിനൽ എക്സ്റ്റേണൽ കോസ്റ്റ്. മാർജിനൽ പ്രൈവറ്റ് കോസ്റ്റും മാർജിനൽ എക്സ്റ്റേണൽ കോസ്റ്റും ആഡ് ചെയ്യപ്പെടുമ്പോഴാണ് എന്ത് ലഭ്യമാകുക? മാർജിനൽ സോഷ്യൽ കോസ്റ്റ്. മാർജിനൽ സോഷ്യൽ കോസ്റ്റ് എങ്ങനെ കിട്ടുക?
മാർജിനൽ പ്രൈവറ്റ് കോസ്റ്റും മാർജിനൽ എക്സ്റ്റേണൽ കോസ്റ്റും ആഡ് ചെയ്യപ്പെടുമ്പോഴാണ് മാർജിനൽ സോഷ്യൽ കോസ്റ്റ് ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് എപ്പോഴാണ് നമ്മൾ ഏൺ ചെയ്യുന്നത്? മാർജിനൽ പ്രൈവറ്റ് ബെനിഫിറ്റ് പ്ലസ് മാർജിനൽ എക്സ്റ്റേണൽ ബെനിഫിറ്റ്. മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് നമുക്ക് എപ്പോഴാണ് ഏൺ ചെയ്യുക? അതായത് മാർജിനൽ പ്രൈവറ്റ് ബെനിഫിറ്റും മാർജിനൽ എക്സ്റ്റേണൽ ബെനിഫിറ്റും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭ്യമാകും? മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ലഭ്യമാകും. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും വ്യക്തമാക്കുന്ന ഒരു ഡയഗ്രാം, ഒരു ഡിമാൻഡും സപ്ലൈയും വരുന്ന അതേപോലത്തെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പ്രൈസ്, കോസ്റ്റ്, ഇവിടെ നോക്കൂ, ഈ ഭാഗം എന്ന് പറയുന്നത് മാർജിനൽ പ്രൈവറ്റ് ബെനിഫിറ്റും മാർജിനൽ പ്രൈവറ്റ് ബെനിഫിറ്റും അതേപോലെ തന്നെ മാർജിനൽ പ്രൈവറ്റ് കോസ്റ്റും ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് മാക്സിമൈസിങ് മാർക്കറ്റിലേക്ക് എത്താൻ സാധിക്കുക. മാർജിനൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, 3 സെക്ഷൻ ആണുള്ളത്. അതായത് പ്രൈസും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആകുന്നതാണ് ഏത്? മാക്സിമൈസിങ് പ്രോഫിറ്റ്. പിന്നെ മാർജിനൽ പ്രൈവറ്റ് കോസ്റ്റും മാർജിനൽ എക്സ്റ്റേണൽ കോസ്റ്റ്, അതിന്റെ ഷോർട്ടാണ് MEC. മാർജിനൽ എക്സ്റ്റേണൽ കോസ്റ്റും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മാർജിനൽ സോഷ്യൽ കോസ്റ്റ് കിട്ടുക. ഇനി മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് എങ്ങനെയാണ് ചെയ്യുക? മാർജിനൽ പ്രൈവറ്റ് ബെനിഫിറ്റും മാർജിനൽ എക്സ്റ്റേണൽ ബെനിഫിറ്റും ആഡ് ചെയ്യുമ്പോഴാണ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ഏൺ ചെയ്യുക. അതുകൊണ്ട് മാർജിനൽ പ്രൈവറ്റ് കോസ്റ്റും മാർജിനൽ പ്രൈവറ്റ് ബെനിഫിറ്റും കൂടി ചേരുമ്പോൾ എന്ത് ലഭിക്കുന്നു? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുന്നു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുകളിലൂടെ വ്യക്തമാക്കി തരാനുള്ളത്. ഓക്കെ, 17th ചാപ്റ്ററിലെ നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക്കാണ് ടാക്സസ് ആൻഡ് സബ്സിഡീസ്. അപ്പൊ എന്താണ് ടാക്സും സബ്സിഡികളും എന്ന് നമുക്ക് നോക്കാം. ദ ക്ലാസിക് വേ ടു അഡ്ജസ്റ്റ് ഫോർ the externality is to tax those who create externalities. This approach is called Pigovian tax. അതായത് ബാഹ്യകാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ക്ലാസിക് മാർഗം ബാഹ്യകാര്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിന്നും നികുതി ഈടാക്കുക എന്നതാണ്. ബാഹ്യകാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ക്ലാസിക് മാർഗം എക്സ്റ്റേണാലിറ്റി എന്ന ബാഹ്യകാര്യങ്ങൾ സൃഷ്ടിക്കുന്നവരിൽ നിന്ന് ടാക്സ് ഈടാക്കുക എന്നതാണ്. ഈ സമീപനത്തെ പിഗോറിയൻ നികുതി എന്ന് വിളിക്കുന്നു. Classic way to adjust for the externality is to tax those who create externality. This approach is called Pigovian tax. അതായത് ബാഹ്യകാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ക്ലാസിക് മാർഗം ബാഹ്യകാര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്നുള്ള ടാക്സ് ഈടാക്കുക എന്നതാണ്. ഈ സമീപനത്തെ പിഗോവിയൻ നികുതി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ പിഗോവിയൻ ടാക്സ് എന്ന് വിളിക്കുന്നു. കൺസിഡർ ആൻ എക്സാമ്പിൾ. ഒരു ഉദാഹരണം പരിഗണിക്കുക. എ കോൾ ബേസ്ഡ് തെർമൽ പവർ പ്ലാന്റ് generate Q star unit of electricity. However, in the process, it pollute environment, imposing negative externality on the rest of society. അതായത് ഇവിടെ ഒരു ഉദാഹരണം പരിഗണിക്കുക. കൽക്കരി അടിസ്ഥാനമാക്കിയുള്ള താപവൈദ്യുതി നിയമം Q star യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. എന്നിരുന്നാലും ഈ പ്രക്രിയയിൽ അത് പരിസ്ഥിതിയെ മനസ്സിലാക്കുന്നു. ബാക്കിയുള്ള സമൂഹത്തിൽ നെഗറ്റീവ് ബാഹ്യകാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. അതിനാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വകാര്യ നാമമാത്ര ചെലവിന് പുറമെ ബാഹ്യ നാമമാത്ര ചെലവുമുണ്ട്. അപ്പോ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എ കോൾ ബേസ്ഡ് thermal power plant generate Q star unit of electricity. However, in the process of pollute environment, imposing negative externality on the rest of society.
അതായത് ഒരു ഉദാഹരണം പരിഗണിക്കുക. കൽക്കരി അടിസ്ഥാനമാക്കിയുള്ള ഒരു താപവൈദ്യുതി നിലയം Q സ്റ്റാർ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. എന്നിരുന്നാലും ഈ പ്രക്രിയയിൽ അത് പരിസ്ഥിതിയെ മലിനമാക്കുന്നു. ബാക്കിയുള്ള സമൂഹത്തിൽ നെഗറ്റീവ് ബാഹ്യകാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. അതിനാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സ്വകാര്യ നാമമാത്ര ചെലവിന് പുറമെ ബാഹ്യ നാമമാത്ര ചെലവുമുണ്ട്. അതേപോലെ in addition to private marginal cost of producing electric power, there exists external marginal cost also. The total or social marginal cost is sum of the two. MFC equal MPF plus MEC. അതായത് പിന്നെന്താണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? അതിനാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വകാര്യ നാമമാത്ര ചെലവിന് പുറമെ ബാഹ്യ നാമമാത്ര ചെലവുമുണ്ട്. ആകെ അല്ലെങ്കിൽ സാമൂഹിക നാമമാത്ര ചെലവും രണ്ടിന്റെയും ആകെ തുകയാണ്. ഏതിന്റെയൊക്കെ തുകയായിട്ടാണ് ഈ നാമമാത്ര ചെലവിനെ കണക്കാക്കുന്നത്? ഏതിന്റെയൊക്കെ തുകയായിട്ടാണ് ഇവിടെ നാമമാത്ര ചെലവിനെ കണക്കാക്കുന്നത്? MFC. അതായത് MFC equal MPC marginal propensity to consume plus MEC marginal efficient consume. അപ്പൊ ഇവിടെ വൈദ്യുതിയുടെ ഉൽപാദനത്തെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. MFC equal MPC plus MEC. അത് വെച്ചിട്ടാണ് ടാക്സ് ആൻഡ് സബ്സിഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡയറക്റ്റ് റെഗുലേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെപ്പ്. അതിൽ വരുന്ന സബ് ടോപ്പിക്കാണ് റെഗുലേറ്റിംഗ് ദ പ്രൈവറ്റ്ലി ഡിറ്റർമൈൻഡ് പ്രൈസസ്. ഇപ്പോൾ ഡയറക്റ്റ് റെഗുലേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നേരിട്ടുള്ള നിയന്ത്രണം, ഭരണപരമായ നടപടികൾ. അതിൻ്റെ സബ് ടോപ്പിക് എന്താ? റെഗുലേറ്റിംഗ് ദ പ്രൈവറ്റ്ലി ഡിറ്റർമൈൻഡ് പ്രൈസസ്. സ്വകാര്യമായി നിശ്ചയിക്കുന്ന വിലകൾ നിയന്ത്രിക്കൽ. സ്വകാര്യമായി നിശ്ചയിക്കുന്ന വിലകൾ നിയന്ത്രിക്കൽ എന്താണ് നമുക്ക് നോക്കാം. The price regulation can become an important administrative measure to curb profiteering on part of firm and to make available essential services and commodity to the end users or the users at a responsible prices. സ്ഥാപനങ്ങളുടെ ലാഭക്കൊതി നിയന്ത്രിക്കുന്നതിനും ആവശ്യ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ന്യായമായ വിലയ്ക്ക് അന്തിമ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനും വില നിയന്ത്രണം ഒരു പ്രധാന ഭരണപരമായ നടപടിയായി മാറിയേക്കാം. ഒന്നുകൂടി പറയാം. സ്ഥാപനങ്ങളുടെ കർബ് പ്രോഫിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ലാഭക്കൊതി നിയന്ത്രിക്കുന്നതിനും ആവശ്യ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ന്യായമായ വിലയ്ക്ക് അന്തിമ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനും വില നിയന്ത്രണം ഒരു പ്രധാന ഭരണപരമായ നടപടിയായി മാറിയേക്കാം. ഇന്ത്യയിൽ നിന്നുള്ള അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള 2 സമീപകാല ഉദാഹരണങ്ങൾ ഇവിടെ പരാമർശിക്കാം. 2 ഉദാഹരണങ്ങൾ ഈ റെഗുലേറ്റിംഗ് ദ പ്രൈവറ്റ്ലി ഡിറ്റർമൈൻഡ് പ്രൈസസ് എന്ന ടോപ്പിക്കിന് 2 ഉദാഹരണങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്താ നോക്കാം. ശ്രദ്ധിച്ചോളൂ. ദ പ്രൈവറ്റ് സ്കൂൾ ഇൻ ഡൽഹി did increase the tuition fee charged from the students disproportionately on the pretext of meeting additional cost on account of the implementation of 5th Central Pay Commission Award. അതായത് ഇന്ത്യയിൽ നിന്നുള്ള 2 എക്സാമ്പിളാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതായത് 6ാം കേന്ദ്ര കമ്മീഷൻ അവാർഡ് നടപ്പാക്കിയതിന്റെ പേരിൽ അധിക ചെലവ് വഹിക്കാനെന്ന വ്യാജേന ഡൽഹിയിലെ സ്വകാര്യ സ്കൂളുകൾ വിദ്യാർത്ഥിനികളിൽ നിന്നും ഈടാക്കുന്ന ട്യൂഷൻ ഫീസ് അനുപാതമില്ലാതെ വർദ്ധിപ്പിച്ചു. ഡൽഹിയിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവരുടെ തെറ്റു കണ്ടെത്തി. അധിക തുക അതിന്റെ പലിശയോടൊപ്പം വിദ്യാർത്ഥികൾക്ക് തിരികെ നൽകാൻ ഉത്തരവിട്ടു. അപ്പോ എന്താണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയണത്? The private school in Delhi did increase tuition fee charged from the student disproportionately on the pretext of meeting additional cost on account of the implementation of 5th Central Pay Commission Award. Their bluff was called by the Honorable High Court of Delhi
and they are ordered to refund the excess amount among with the interest thereon to the pupils. അതായത് 6ാം കേന്ദ്ര കമ്മീഷൻ അവാർഡ് നടപ്പാക്കിയതിന്റെ പേരിൽ അധിക ചെലവ് വഹിക്കാൻ എന്ന വ്യാജേന ഡൽഹിയിലെ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്ന ട്യൂഷൻ ഫീസ് അനുപാതമില്ലാതെ വർദ്ധിപ്പിച്ചു. ഡൽഹിയിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവരുടെ തെറ്റ് കണ്ടെത്തി അധിക തുക അതിന്റെ പലിശയോടൊപ്പം വിദ്യാർത്ഥികൾക്ക് തിരികെ നൽകാൻ ഉത്തരവിട്ടു. അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് ആ സ്ഥാപനങ്ങളിൽ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടേക്കാം. ഇതാണ് ഏതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്? റെഗുലേറ്റിംഗ് ദ പ്രൈവറ്റ്ലി ഡിറ്റർമൈൻഡ് പ്രൈസസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്താന്ന് നോക്കാം. The second example is that of inordinately high prices charged by pharma suppliers for the medical devices like sentence, etc. The government has been forced to impose price ceiling on such devices. Many of essential medicine also attracted the price ceilings. രണ്ടാമത്തെ ഉദാഹരണം, സെന്ററുകൾ പോലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾക്ക് ഫാർമസി വിതരണക്കാർ അമിതമായി ഉയർന്ന വില ഈടാക്കുന്നു എന്നതാണ്. ഇത്തരം ഉപകരണങ്ങൾ യുടെ വില പരിധി ഏർപ്പെടുത്താൻ സർക്കാർ നിർബന്ധിതമാകുന്നു. പല ആവശ്യ മരുന്നുകൾക്കും വില പരിധി വിധേയമാണ്. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ ചൂണ്ടിക്കാണിക്കുന്നത്? അതായത് മെഡിക്കൽ സെന്ററുകൾ പോലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾക്ക് ഫാർമസി വിതരണക്കാർ അമിതമായിട്ട് ഫീസ് ഈടാക്കുന്നു. എന്നാൽ ഇതിനൊരു പരിധി വരുത്താൻ സർക്കാർ എന്ത് ചെയ്യണം? നിർബന്ധിതരാകുന്നു. അങ്ങനെ ആവശ്യ മരുന്നുകൾക്ക് വില പരിധി നിശ്ചയിക്കേണ്ടത് ഗവൺമെന്റ് ആണ്, അതിന് ശ്രമിക്കേണ്ടത് എന്നാണ് ഇവിടുത്തെ സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് റെഗുലേറ്റിംഗ് പ്രൈവറ്റ്ലി ഡിറ്റർമൈൻഡ് പ്രൈസസിൽ പറയുന്നത്. അതായത് പ്രൈവറ്റ് പ്രൈസസ് തീരുമാനിക്കുമ്പോൾ അതിനൊരു നിയന്ത്രണം കൊണ്ടുവരണം എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് ഇഷ്ടം തോന്നുന്ന വിധത്തിൽ പ്രൈസ് ഈടാക്കാൻ പാടില്ല. അപ്പൊ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ മെഡിസിൻ ആയാലോ മറ്റ് ഫീസായിട്ട് എന്ത് കാര്യങ്ങൾക്കും അവര് അധികമായിട്ട് പണം ഈടാക്കുമ്പോൾ ഗവൺമെന്റ് അതിന് റെഗുലേഷൻ നടപ്പാക്കണം എന്നാണ് നമുക്ക് ഈ എക്സാമ്പിളിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് എടുക്കാനുള്ള ടോപ്പിക്കാണ് റെഗുലേഷൻ ഓഫ് ദ ആക്ടിവിറ്റീസ്. പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം. റെഗുലേഷൻ ഓഫ് ദ ആക്ടിവിറ്റീസ്. അതിലെന്താണ് റെഗുലേഷൻ എന്ന് നോക്കാം. The problem with taxes and subsidy is that the level of tax or subsidy cannot be measured accurately in monetary terms. Another way of controlling externality is to set understand limit for such activities. അതായത് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നികുതികളുടെയും സബ്സിഡികളുടെയും പ്രശ്നം നികുതിയുടെയോ സബ്സിഡിയുടെയോ അളവ് പണമായി കൃത്യമായി അളക്കാൻ കഴിയില്ല. നികുതികളുടെയും സബ്സിഡികളുടെയും പ്രശ്നം നികുതിയുടെയോ സബ്സിഡിയുടെയോ അളവ് പണമായി കൃത്യമായി അളക്കാൻ കഴിയില്ല എന്നതാണ്. ബാഹ്യത നിയന്ത്രിക്കുന്നതിനുള്ള മറ്റൊരു മാർഗം അത്തരം പ്രവർത്തനങ്ങൾക്ക് സ്റ്റാൻഡേർഡ് പരിധികൾ നിശ്ചയിക്കുക എന്നതാണ്. അപ്പോൾ നികുതി എന്താണ് ഇവിടെ റെഗുലേഷൻ ഓഫ് ദ ആക്ടിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നികുതികളുടെയും സബ്സിഡികളുടെയും പ്രശ്നം നികുതിയുടെയോ സബ്സിഡിയുടെയോ അളവ് പണമായി കൃത്യമായി അളക്കാൻ കഴിയില്ല എന്നതാണ്. ബാഹ്യത നിയന്ത്രിക്കുന്നതിനുള്ള മറ്റൊരു മാർഗം അത്തരം പ്രവർത്തനങ്ങൾക്ക് സ്റ്റാൻഡേർഡ് പരിധികൾ നിശ്ചയിക്കുക എന്നതാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് പരിധി നിശ്ചയിക്കുക എന്നതാണ് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് 3 പോയിന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, സെറ്റിംഗ് മിനിമം സ്റ്റാൻഡേർഡ് ഫോർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് ദ വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്ത് ആരോഗ്യത്തിനും സുരക്ഷതയ്ക്കും ഏറ്റവും കുറഞ്ഞ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക. സെറ്റിംഗ് മിനിമം സ്റ്റാൻഡേർഡ് ഫോർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് ദ വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്ത് ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും കുറഞ്ഞ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക. ആൻഡ് ദെൻ സെക്കൻഡ് വൺ, പൊല്യൂഷൻ പെർമിറ്റ്, സെറ്റിംഗ് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് പൊല്യൂട്ടിംഗ് ആക്ടിവിറ്റി ആൻഡ് അബവ് ദാറ്റ് സ്ട്രിക്റ്റർ പെനാലിറ്റി ഫോർ ഫേം ആൻഡ് കൺസ്യൂമേഴ്സ് ഹു ബ്രേക്ക് റെഗുലേഷൻ. മലിനീകരണ അനുമതികൾ, പരമാവധി മലിനീകരണ
പരസ്യത്തിന്റെ അളവ് നിശ്ചയിക്കുക. അതിനു മുകളിൽ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഉപഭോക്താക്കൾക്കും കർശനമായ ശിക്ഷ നൽകുക. ഒന്നുകൂടി പറയാം. പൊല്യൂഷൻ പെർമിറ്റ്, സെറ്റിംഗ് മാക്സിമം quantity of polluting activity and above that stricter penalty for firm and consumers who break regulation. മലിനീകരണ അനുമതികൾ. പരമാവധി മലിനീകരണ പ്രവർത്തനത്തിന്റെ അളവ് നിശ്ചയിക്കുക. അതിനു മുകളിൽ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഉപഭോക്താക്കൾക്കും കർശനമായ ശിക്ഷ നൽകുക. ആൻഡ് തേർഡ് പോയിന്റ് ആണ് ബാനിങ് സിഗരറ്റ് അഡ്വർടൈസിംഗ് ആൻഡ് മേക്കിംഗ് വർക്ക്പ്ലേസസ് നോ സ്മോക്കിംഗ് എൻവയോൺമെന്റ്. സിഗരറ്റ് പരസ്യം നിരോധിക്കുകയും ജോലി സ്ഥലങ്ങൾ പുകവലി രഹിത അന്തരീക്ഷത്തിലാക്കുകയും ചെയ്യുക. സിഗരറ്റിന്റെ പരസ്യം ഒഴിവാക്കുകയും പുകവലി രഹിത അന്തരീക്ഷത്തിലാക്കുകയും ചെയ്യുക. പുകവലി ഇല്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുക. ഇതാണ് റെഗുലേഷൻ ഓഫ് ദ ആക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.